ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരാഴ്ച തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരാഴ്ച നേരുന്നുണ്ട്. ഈ ആഴ്ച ഒരു അടിപൊളി ആഴ്ചയായി തീരട്ടെ എന്ന് ആശംസിച്ച് ഞാൻ ഇറങ്ങി. ഇന്നത്തെ ട്രിപ്പും കാര്യങ്ങളും ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് CNG അടിക്കണം. CNG ഫുള്ളാക്കിയിട്ട് നമുക്ക് ട്രിപ്പുകൾ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം വിഴിഞ്ഞം മുക്കോല പ്ലാന്റിൽ പോയി CNG അടിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ലൊരാഴ്ച നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മളെ കാരോട് കന്യാകുമാരി ബൈപ്പാസ് റോഡ്, 4 വേ. രാവിലെ നല്ല ചെറിയ സൂര്യപ്രകാശമുണ്ട്. നല്ല രസമാണ് റോഡ് കാണാൻ. ദൂരെ നല്ല വ്യൂ ആണ്. കടുകുമണി പോലെ വണ്ടികൾ കാണാം. എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. കൂടുതലും ബൈക്കാണ്. എല്ലാവരും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സർവീസോട് ഇറങ്ങാം. ഇതാണ് വിഴിഞ്ഞം പമ്പിലേക്ക്, വിഴിഞ്ഞം പ്ലാന്റിലേക്ക് പോകാനുള്ള എളുപ്പ വഴി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ റോഡ് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടി കാണുന്ന, അതായത് ഈ കോൺക്രീറ്റ് മതിലിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. അത് വിജയകരമായി അവര് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പത്രത്തിലൊക്കെ കണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ നടക്കട്ടെ, നാട് പുരോഗമിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഹൈവേയുടെ മുകളിലുള്ള സർവീസ് റോഡിലാണ്. അങ്ങനെ നമ്മൾ CNG പ്ലാന്റിലെത്തി. CNG കൊണ്ടുവന്ന ലോറി കിടപ്പുണ്ട്. അപ്പം അത്യാവശ്യം പ്രഷർ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും CNG അടിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ CNG ഒക്കെ അടിച്ചു. നമുക്കിനി യൂബർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടുന്ന് സിറ്റിയിലോട്ട് പോകാൻ ഏതെങ്കിലും ട്രിപ്പുകൾ കിട്ടിയാലോ. മുക്കോല ജംഗ്ഷൻ എത്തി. ഇതാണ് വിഴിഞ്ഞം മുക്കോല ജംഗ്ഷൻ. ഞാൻ മുൻപുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്ത് ബാലരാമപുരം കയറി സിറ്റിയിലോട്ട് പോവാം. തമ്പാനൂർ ലക്ഷ്യമാക്കി നമുക്ക് പോവാം. രാവിലെ
നിറച്ച് സ്കൂൾ ബസ്സാണ് റോഡിൽ ഫുള്ളായിട്ട്. രാവിലെ അവിടെ തന്നെ ഒരു നെട്ടോട്ടം തന്നെ കാണാം. നമുക്ക് അറിയാവുന്ന സ്കൂളുകളും പേര് കേട്ടിട്ടുള്ള സ്കൂളുകളും പേര് കേട്ടിട്ടില്ലാത്ത സ്കൂളുകളുമായിട്ട് ഒരുപാട് സ്കൂൾ ബസ്സുകളാണ് രാവിലെ ഒരു ഓട്ടം ഓടുന്നത്. ഉച്ചക്കട ജംഗ്ഷൻ എത്തി. ഇതാണ് ബാലരാമപുരം ഉച്ചക്കട എന്ന് പറയുന്ന ഉച്ചക്കട ജംഗ്ഷൻ. ഇന്നിപ്പോൾ വലിയ തിരക്കില്ല. ചില ദിവസങ്ങളൊക്കെ രാവിലെ നല്ല തിരക്കാണ്. ഓട്ടോ ചേട്ടന്മാരൊക്കെ രാവിലെ വന്നു സ്റ്റാൻഡിൽ പിടിച്ചങ്ങനെ കിടക്കുവാണ്. ഓട്ടങ്ങളെല്ലാം കാത്ത്. അവർക്ക് പിന്നെ ഇഷ്ടം ഓഫ്ലൈൻ ട്രിപ്പാണല്ലോ കൂടുതൽ അവർക്ക് ഇഷ്ടം. നമുക്കിനി നേരെ ബാലരാമപുരം. ഇങ്ങനെ നമ്മൾ തെങ്ങ് ഗവേഷണ കേന്ദ്രം കഴിഞ്ഞു. അതിവിടെ ചാവടിനട, ഉച്ചക്കട ചാവടിനട എന്ന് പറഞ്ഞ ഒരു ചെറിയ ജംഗ്ഷനാണ്. അവിടെയാണ് ഈ തെങ്ങ് ഗവേഷണ കേന്ദ്രം. പല ടൈപ്പ് തെങ്ങും തൈകൾ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നാടനുണ്ട്, കുറച്ച് പൊക്കം, അതായത് ഒരാൾ പൊക്കത്തിൽ തന്നെ ആകുമ്പോൾ തന്നെ നിറച്ച് കായ്ക്കുന്ന തെങ്ങുകളുണ്ട്. പലതരം ഹൈബ്രിഡ് ഇനം തെങ്ങും തൈകളുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമാണ്. അത് നമ്മൾ കഴിഞ്ഞു. ഈ സ്ഥലം മംഗലത്ത് കോണം. ഇവിടെ ഒരു പ്രസിദ്ധമായ അമ്പലമൊക്കെ ഉണ്ട്. ഒരു തൂക്ക മഹോത്സവം നടക്കുന്ന ഒരു അമ്പലം ഇവിടെയാണ്, മംഗലത്ത് കോണം. രാവിലെ തന്നെ വിഴിഞ്ഞത്തുനിന്നൊക്കെ 3-4 ചരുവത്തിൽ നിറച്ച് മീനൊക്കെ ആയിട്ട് ഓട്ടോ ചേട്ടന്മാരും മീൻ വിൽക്കുന്ന ആന്റിമാരൊക്കെ പോവാണ്. ഇത് എനിക്ക് തോന്നുന്നു ബാലരാമപുരം ചന്തയിലോട്ടായിരിക്കണം. അവിടെ വിൽപ്പനയ്ക്കാണെന്ന് തോന്നുന്നു പോകുന്നത്. അങ്ങനെ ബാലരാമപുരം ജംഗ്ഷൻ അടുത്തോട്ടിരിക്കുകയാണ്. കന്യാകുമാരി വലത്തോട്ട്, നെയ്യാറ്റിൻകര വലത്തോട്ട്, തിരുവനന്തപുരം ഇടത്തോട്ട്. ഇതാണ് ബാലരാമപുരം. ലെഫ്റ്റിലേക്ക്, നെയ്യാറ്റിൻകര റൈറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ബസ് സ്റ്റോപ്പിലൊക്കെ നിറച്ച് ആളുകൾ നിൽക്കുകയാണ് ബസ്സും കാത്ത്. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ തമ്പാനൂരോട്ട് പോവാം. അപ്പൊ നമുക്കൊരു ട്രിപ്പ് അടിച്ചു.
വെടിവെച്ചങ്കോൽ എത്തുന്നതിന് മുൻപ് മടൂർപ്പാറ, അവിടെ നിന്നാണ് പിക്ക്. ഇവിടെ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്, അതിൻ്റെ ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കാം. ഈ ഇട സൈഡ് അങ്ങ് കാണുന്നതാണ് വെടിവെച്ചാങ്കോവിൽ. ഇത് വെടിവെച്ചാങ്കോവിൽ ജംഗ്ഷൻ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് പോയി വേണം നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. സിഗ്നൽ ആയിട്ടില്ല, സിഗ്നലിന് വേണ്ടി വെയിറ്റിംഗ്. ആ കാണുന്നതാണ് വെടിവെച്ചാങ്കോവിൽ. നമ്മൾ യൂട്ടേൺ എടുത്തു. അപ്പോൾ ഇനി നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. ഈ റോഡെന്ന് പറഞ്ഞാൽ വെല്ലപ്പള്ളി മുക്കമ്പാലമൂട് റോഡെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ആ റോഡിൽ കയറി. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. സിറ്റിയിലോട്ട് തന്നെ ആയിരിക്കണം ട്രിപ്പ് എന്ന് വിശ്വസിക്കുന്നു. താന്നിവിള എന്നുള്ള ഒരു സ്ഥലത്തെത്തി. ഇപ്പോ താന്നിവിള ചെറിയൊരു അത്യാവശ്യം കടകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ താന്നിവിള. അത്യാവശ്യം നിറച്ച് കടകളൊക്കെ ഉണ്ട്. താഴെ കൂടെയാണ് റെയിൽവേ ലൈൻ. അപ്പോൾ അതിൻ്റെയും പണികളൊക്കെ നടക്കുകയാണ് ഇവിടെ. ഇപ്പം മുക്കമ്പാലമൂട് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയ നരുവാമൂട് എന്നുള്ള സ്ഥലത്തേക്കാണ്. ഇനി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. കാല് വയ്യാത്തൊരു ആൻറ്റിയാണ് നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ടത്. ഒരു ഫാമിലി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ മെഡിക്കൽ കോളേജ് സൈഡിലേക്കായിരിക്കും പോകാൻ വണ്ടി ബുക്ക് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും അവരെ കയറ്റിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ ഓട്ടം കഴിഞ്ഞു. മെഡിക്കൽ കോളേജിലോട്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, സിറ്റിക്കകത്തോട്ട് തന്നെ കിട്ടി. അത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഒരു 300 രൂപ അടുപ്പിച്ച് റേറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കിലോമീറ്ററിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 18-ൽ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ട്രിപ്പ് എടുത്ത് കഴിഞ്ഞു. കൊണ്ടാക്കി വണ്ടി കുറച്ചും കൊണ്ട് മാറ്റി ഒതുക്കിയിട്ടു. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമോ ഇല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 1/4 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഒരു ട്രിപ്പ് കിട്ടി. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രിപ്പ് എടുക്കാം.
എടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോവാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് എടുക്കേണ്ടത്. എന്തായാലും കസ്റ്റമർ അടുത്തെത്തി. കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, വല്ലാത്തൊരു റോഡിലാണ് വണ്ടി വന്ന് നിൽക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു. മൊത്തത്തിലിവിടെ റോഡ് പണിയും എല്ലാം കൂടെ ആകപ്പാടെ പ്രശ്നമാണ്. ഈ ഇറക്കമൊക്കെ ഇറങ്ങിയാണ് വന്നത്. ഇങ്ങോട്ടാണ് പോവേണ്ടത്. ഈ റോഡിൽ കൂടി വണ്ടി ഇറങ്ങൂല. വണ്ടി ഇറങ്ങിയാലും കസ്റ്റമർ പറഞ്ഞാൽ തിരിക്കാൻ പാടാണ്. അപ്പോൾ വരുന്നതാണ് നമ്മളെ കസ്റ്റമർ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ അല്ലേ, അതൊരു ഓഫ് റോഡ് ട്രിപ്പായിരുന്നു അത്. ഇത്രയും ഗതികെട്ട റോഡ്, എൻ്റെ ദൈവമേ. വണ്ടി തിരിച്ച് കയറിയപ്പോൾ സ്കിഡ് ചെയ്തു. ഫ്രണ്ട് ടയറൊക്കെ കിടന്ന് കറങ്ങി. ഇങ്ങനെയൊക്കെയാണ് കയറി പോന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ആ കസ്റ്റമറെ കൊണ്ട് ഇറക്കി. അവർക്കൊരു ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാൻ അവർ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹെൽപ്പൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കി. അവർ പേയ്മെൻ്റൊക്കെ തന്നു, കുറച്ച് ടിപ്പൊക്കെ തന്നായിരുന്നു. നമ്മുടെ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കണ്ടതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കസ്റ്റമറോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇനി തിരിച്ചു. ഇനി അടുത്തൊരു ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ. ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി ഗേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് കിട്ടി. കസ്റ്റമർ അല്പം ബാക്കിലാണ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് കാണിച്ചത്. എന്തായാലും കസ്റ്റമർ ഓടി വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നമുക്ക് എന്തായാലും പിക്ക് ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ
ഫ്രണ്ട്സ്, നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പം ലോങ് ട്രിപ്പായിരുന്നു. നമ്മൾ വെഞ്ഞാറമൂട് അടുപ്പിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇച്ചിരി കാടും മലയും കുന്നും ഒക്കെ കയറിയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു അത്. എന്തായാലും കൊള്ളാം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ റൂട്ട് രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പന്നിയൊക്കെ ഉണ്ട്, ഒരുപാട് പന്നികളുണ്ട്. പിന്നെ മുള്ളം പന്നികളുണ്ട്. ഇടയ്ക്കെപ്പോഴും ഒരു കാട്ടുപോത്ത് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് കുറച്ച്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഫുൾ നമുക്ക് കണ്ട ഒരു കാട്ടിൻ്റെ നടുവിലൂടെ പോകുന്ന പോലെ ഒരു ഫീലാണ്. അപ്പം എന്തായാലും ട്രിപ്പ് കഴിഞ്ഞു. അടുത്ത് മെയിൻ റോഡിലോട്ടൊന്ന് കയറണം. അപ്പം അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് വരാം. നിറച്ചതാ കുരങ്ങന്മാരൊക്കെ ഓടുന്നുണ്ട്, കണ്ടല്ലോ. നിറയെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. അവിടെ നിന്നൊരു ആൻറ്റി ഓട്ടിച്ചതാണെന്ന് തോന്നുന്നു. നമുക്ക് നേരെയും ഒരെണ്ണം വരുന്നുണ്ട്, കണ്ടോ ഫ്രണ്ട്സ്. അത് ഇത്തിരി ആൾ സൈസ് ഉള്ള ഒരു കുരങ്ങനാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. ഈ ട്രിപ്പ് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ പുല്ലംപാറ പഞ്ചായത്താണ്. അപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്ത് ഇവിടെയാണ് സ്റ്റാർട്ടായതെന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞത്. പുല്ലംപാറ. കാറ് വന്നു, ബെൻസാണ്. നമുക്ക് ഒതുങ്ങാൻ സ്ഥലമില്ല. കുറച്ചൊന്ന് റിവേഴ്സ് എടുത്ത് ഒതുങ്ങി കൊടുക്കാം. റോഡെല്ലാം അല്പം ഞെരുക്കമുള്ള റോഡാണ്. ഇത് നല്ലൊരു തേരി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഗിയറിൽ വെച്ചിട്ട് വണ്ടി കയറിയിട്ടില്ല, ഫസ്റ്റ് ഗിയർ വെച്ചാണ് കയറി വന്നത്. അപ്പം അതും കസ്റ്റമർ പറഞ്ഞു, ഒരു മല തുരന്നാണ് അവർ ഈ വഴി വെട്ടിയത് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ വഴി കൂടെ തന്നെ തിരിച്ചിറങ്ങി പോകേണ്ടി വരും എന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള ഒരു ഏരിയ ആയിരുന്നിട്ട് പോലും ഇവിടെ അത്യാവശ്യം വീടുകൾ കാണാനുണ്ട്. അവിടെ ഇവിടെയായിട്ട് വീടുകളുണ്ട്, അടുത്തടുത്ത് വീടുകളുണ്ട്, കുറച്ച് ദൂരെയായിട്ട് വീടുകളുണ്ട്. അതൊരു കുന്നാണെന്നാണ് നമ്മളെ കസ്റ്റമർ പറഞ്ഞത്. എന്തോ ഒരു പേര് പറഞ്ഞു, ഞാൻ അത് ഓർക്കുന്നില്ല. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയാണ്. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുക കുന്ന്. ഇതാണ് നമ്മൾ കയറി വന്ന തേരി. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഒരു 1.5 തേരി ആയിരുന്നു.
വഴിക്കാണ് പോവേണ്ടത്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അത് പിക്കപ്പ് ഡ്രോപ്പൊക്കെ എവിടെയാണെന്ന് നോക്കിയില്ല. എന്തായാലും അതൊന്ന് കസ്റ്റമറെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ആ റൈഡ് കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ കോൾ ചെയ്തപ്പോൾ ഒരു 5-6 റിങ് പോയപ്പോഴേക്കും കസ്റ്റമർ തന്നെ ക്യാൻസൽ ചെയ്തു. നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കുന്ന പറഞ്ഞാൽ മാമൂട് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എയർടെല് റേഞ്ച് ഇല്ല, ജിയോ ആണ് റേഞ്ച്. എന്തായാലും എയർടെൽ ഇവിടെ ഒരു പോയിന്റേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ മാപ്പ് അപ്ഡേറ്റ് ആയി വരുന്നില്ല. എന്തായാലും ഈ ഒരു റോഡ് കഴിയുമ്പോൾ റേഞ്ച് കിട്ടും എന്ന് വിശ്വസിക്കുന്നു. ആ കാണുന്നതാണ് പുല്ലമ്പാറ സർവീസ് സഹകരണ ബാങ്ക്. മരുതുംമൂട് ആറ്റിങ്ങല് നേരെ വെഞ്ഞാറുമൂട് നേരെ വേങ്കമല ക്ഷേത്രം. ഇവിടുന്ന് ലെഫ്റ്റാണ് വേങ്കമല ക്ഷേത്രം. അപ്പം അതും കസ്റ്റമർ പറഞ്ഞായിരുന്നു. ഇവിടെ ഈ ക്ഷേത്രത്തിൽ വേറെ പിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ആളുകൾ കൊണ്ടുവന്ന് തരുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത്. വേങ്കമല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനൊക്കെ ഏതാണ്ട് ഒരു 4-5 കിലോമീറ്ററോളം പൊങ്കാലയ്ക്ക് റോഡ് നിറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതലും എന്താ പറയുക, ദൂരെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത്. ഈ ക്ഷേത്രത്തില് ദൂരെ നിന്നാണ്. അപ്പൊ അത്രയ്ക്ക് നല്ല തിരക്കാണെന്നാണ് പറയുന്നത് പ്രത്യേക ദിവസങ്ങളിൽ. വേങ്കമല ക്ഷേത്രം. അപ്പൊ നമുക്ക് എയർടെലിന്റെ റേഞ്ച് വന്നോ നോക്കാം. ഇപ്പൊ എയർടെലില് റേഞ്ചൊക്കെ വന്നു, മാപ്പൊക്കെ അപ്ഡേറ്റ് ആയി. ഇനി ഒരു 5-6 കിലോമീറ്റർ കൂടെ കഴിയുമ്പോൾ നമ്മൾ മെയിൻ റോഡ് എത്തും. നമുക്ക് എന്തായാലും മണി 1 മെയിൻ റോഡ് കയറി അവിടെ എവിടെയെങ്കിലും ഒതുക്കി ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കാം. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലം. ഒരു ഫോറസ്റ്റിനകത്തൂടെ പോയ ഒരു പ്രതീതിയായിരുന്നു. ആ കാണുന്നത് ഒരു വീടാണ്, നല്ല പൊക്കത്തിലാണ് വീട് വച്ചിട്ടുള്ളത്. ഹൈ റേഞ്ച് ഹെയർപിൻ കയറിയതുപോലെ ഇരിപ്പുണ്ട് ഈ റോഡ്. ഇപ്പോൾ വളവും തിരിവും ഒക്കെ ഉള്ള ഒരു റോഡ്. തേമ്പാമൂട്, ഈ സ്ഥലത്തിന്റെ പേരാണ് തേമ്പാമൂട്. ബാലരാമപുരത്തൊരു തേമ്പാമുട്ടം ഉണ്ട്, തേമ്പാമുട്ടം. ആറ്റിങ്ങൽ വലത്തോട്ട്, വെഞ്ഞാറുമൂട് വലത്തോട്ട്.
പെരുമ്പാമൂട് ജംഗ്ഷൻ എത്തി. അവിടെ നമുക്ക് റൈറ്റിലേക്കാണ് പോവേണ്ടത്. റോഡെല്ലാം നല്ല റോഡാണ്. ടാർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ പിന്നെ വേറെ ദോഷം പറയാനൊന്നുമില്ല. നല്ല റോഡാണ്. കലുങ്കിൻ മുഖം, സ്ഥലത്തിന്റെ പേരാണ് കലുങ്കിൻ മുഖം. പേരുമല. റോഡിന്റെ നടുക്കാണ് വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുന്ന ആ ചേട്ടൻ. എന്നിട്ട് അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ബാക്കിൽ നിന്ന് വണ്ടി വന്ന് ഓണടിച്ചാലും പുള്ളിക്കൊന്നുമില്ല, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വന്ന് പറഞ്ഞാലും പുള്ളിക്കൊന്നുമില്ല. ഇങ്ങനെയും ഡ്രൈവിംഗ് ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ, എൻ്റെ ദൈവമേ. സൈഡ് കാണുന്നതെല്ലാം റബ്ബറാണ്. റബ്ബർ തടി ഇവിടെ വെട്ടിയിട്ടിരിക്കുകയാണ്. അടുത്ത ലോഡ് കൊണ്ടുപോകാൻ ലോറി വരും. ഇഷ്ടം പോലെ റബ്ബർ മരങ്ങൾ നിപ്പുണ്ട്. ഇട സൈഡും വല സൈഡും എല്ലാം റബ്ബർ മരങ്ങളാണ്. ആറ്റിങ്ങൽ നേരെ, വെഞ്ഞാറുമൂട് നേരെ, തൊട്ട് വെഞ്ഞാറുമൂട് ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാ വണ്ടികളും ഇതുവഴിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള ജംഗ്ഷനാണ് അത്. നമുക്കൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ കയറും. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഏതെങ്കിലും ട്രിപ്പ് അടിക്കുമോ എന്നൊക്കെ നോക്കി ഒരു 40 സ്പീഡിലൊക്കെയാണ് ഇത്ര ദൂരം വന്നത്. പിന്നീട് ട്രിപ്പൊന്നും അടിച്ചില്ല. ഈ ഭാഗങ്ങളിൽ ട്രിപ്പ് കുറവാണ്. സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഇനി ഒരുപാട് ഔട്ടറാണ് ഏരിയ. എന്തായാലും കുഴപ്പമില്ല, ട്രിപ്പ് കിട്ടും, നമുക്ക് നോക്കാം. നിറച്ച് വണ്ടികൾ, KSRTC ബസ് ഉൾപ്പെടെ ഇതിലാണ് വരുന്നത്. വളവും തിരിവും കയറ്റവും ഇറക്കവും. ഈ റോഡിൽ ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്ന പറയുന്നത്. ഈ കിടക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറി അങ്ങനെ ആക്സിഡന്റ് ആയി കിടക്കുന്നതാണ്. ഇവിടെയും വല സൈഡ് നിറച്ച് റബ്ബർ കൃഷിയാണ്. കയറ്റമാണെങ്കിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആയാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് വണ്ടികൾ ഇങ്ങ് താഴെ അറ്റം വരെ കിടക്കും. ഏതോ ഒരു വലിയ വണ്ടി ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് ബാക്കി വണ്ടികൾ ഇങ്ങനെ ലൈൻ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത്. ഇതാണ് ഈ റോഡിന്റെ ഒരു കുഴപ്പം. നമ്മളൊരു സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്.
മൂവാറ്റുപുഴ സൂപ്പർ ഫാസ്റ്റാണ് പോയത്. അത് അടുത്തൊരു ഫാസ്റ്റ് പോയി. കൊട്ടാരക്കര ഫാസ്റ്റാണ് പോയത്. എല്ലാ വണ്ടികളും ഡൈവേർട്ട് ചെയ്ത് ഇതുവഴിയാണ് വരുന്നത്. ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അത് നമ്മൾ വന്ന വഴി കുറച്ച് ബാക്കിലോട്ട് പോകണം എന്നാണ് കരുതുന്നത്. ആ ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു. എന്തായാലും കസ്റ്റമറെ ഒന്ന് വിളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കസ്റ്റമറെ വിളിച്ചു. അപ്പം നമ്മൾ വന്ന വഴി കുറച്ചൊന്ന് ബാക്കിലോട്ടാണ് കസ്റ്റമർ പിക്കപ്പ്. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്യാം. മെയിൻ റോഡ് എത്താറായപ്പോഴാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. അത് വെറുതെ കളയണ്ട. നമുക്ക് എന്തായാലും അത് കൊണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് കസ്റ്റമർ എടുക്കാൻ പോവാം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റാണ് പോവേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മറ്റേ ആക്സിഡൻ്റ് ആയ ഒരു ലോറിയാണ്. അതിനെ ഇവിടെ ഒതുക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലെയാണ് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യേണ്ടത്. റോഡ് മോശമല്ല, അത്രയും ദൂരം മാത്രമാണ് അല്പം മോശം. പിന്നീട് നല്ല റോഡാണെന്ന് തോന്നുന്നു. എന്നാലും ഈ ഏരിയ എല്ലാം ഫുൾ പച്ചപ്പ് നിറഞ്ഞ ഏരിയകളാണ്. അമ്പലത്തിന്റെ ആർച്ച്, കുതിരക്കുളം ശ്രീ മഹാദേവ ഭദ്രകാളി ക്ഷേത്രം. അത്യാവശ്യം നല്ല തേരിയാണ്, പക്ഷെ റോഡ് കൊള്ളാം. തേരിയാണെന്നുള്ള ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ലൊക്കേഷൻ എത്താറായി എന്ന് തോന്നുന്നു. നമ്മളെ കണ്ടു. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ പിന്നെയും ബാക്കിലോട്ടാണ് വന്നത്. ഇപ്പോൾ നിൽക്കുന്ന വാമനപുരം ഗ്രാമപഞ്ചായത്തിനടുത്താണ്. ഇവിടെ സബ് രജിസ്ട്രാർ ഓഫീസിലോട്ടാണ് ഒരു ട്രിപ്പ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ആ ട്രിപ്പ് എടുത്തു. ഇനി അടുത്ത് സമയം ഏതാണ്ട് 2 മണിയാകുന്നു. ഇനി
എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചോറ് കഴിച്ചിട്ട് ബാക്കി ട്രിപ്പ് എടുക്കാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നടക്കുമോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും തണലുള്ളിടത്ത് വണ്ടി ഒന്ന് ഒതുക്കിയിടാം. ഇതാണ് വാമനപുരം ജംഗ്ഷൻ. അത്യാവശ്യം വലിയ ടൗൺ ആണ് വാമനപുരം. ട്രിപ്പ് വരുമ്പോൾ അത്യാവശ്യം കിലോമീറ്റർ ഒക്കെ നോക്കി റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രിപ്പ് അങ്ങ് എടുക്കാം. കാരണം എങ്ങോട്ടാണെന്നുള്ളത് നോക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പലർക്കും പല അഭിപ്രായമാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ട്രിപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് ട്രിപ്പ് എടുക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് ട്രിപ്പ് എടുത്തത്. ഈ ഏരിയയിലൊക്കെ ട്രിപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ട്രിപ്പ് കിട്ടിയത് കൊണ്ടും പിന്നെ കിലോമീറ്ററൊക്കെ നോക്കി അല്പം റേറ്റൊക്കെ ഉള്ളത് കൊണ്ടുമാണ് എടുത്തത്. എന്തായാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ ട്രിപ്പുകൾ കിട്ടും, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. 2.5 കിലോമീറ്ററാണ് പിക്കപ്പ് കാണിച്ചത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ കസ്റ്റമറെ വിളിച്ചു. കസ്റ്റമർ അവിടെ നിൽക്കുവാണ്. എത്ര സമയം എടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു 10 മിനിറ്റിനകത്ത് എത്തും, നമുക്ക് സിറ്റിയിലോട്ടാണ് പോവേണ്ടതെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. എന്തായാലും സന്തോഷം. ഈ ഔട്ടറിൽ കിടന്നുള്ള ഓട്ടം നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാണ്. ഇത് വെള്ളമണ്ണടി പാലം ആണിപ്പോൾ നമ്മൾ കഴിഞ്ഞത്. ബസ് സ്റ്റോപ്പിന് 3 ചേട്ടന്മാരങ്ങനെ ഇരിക്കുകയാണ്, ബൈക്കും വച്ചോണ്ട്. ഇതിന്റെ ഉൾ റോഡുകളെല്ലാം, ഈ ഏരിയയിലുള്ള റോഡുകളെല്ലാം ഇതുപോലെയാണ്. കയറ്റം ഇറക്കം, നിറച്ച് റബ്ബർ മരങ്ങൾ, എല്ലാം അങ്ങനെ തന്നെ. എല്ലാം ചില സമയം കാണാൻ ഒരുപോലെ ഇരിക്കും. നമ്മൾ പോയ വഴി കൂടെ ആണോ പിന്നെയും പോകുന്നതെന്ന് തോന്നിപ്പോവും. അവിടെ വീടുകൾ, അടുത്തടുത്ത് വീടുകളുണ്ട്. കുറച്ച് ദൂരെ മാറി വീടുകളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ. പക്ഷെ കൊള്ളാം. റൈഡിലേക്കാണ് തിരിയേണ്ടത്. നമ്മൾ അല്പം ഫ്രണ്ടിലോട്ട് പോയി, എന്നാലും കുഴപ്പമില്ല. നേരെ ഒരു കുത്തു കയറ്റമാണ്. നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത്. അല്പം മോശമാണ് ചില സ്ഥലങ്ങളിൽ.
റൈറ്റ് സൈഡൊക്കെ കൃഷിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി വിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമുക്കൊന്ന് കസ്റ്റമറെ വിളിക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിച്ചു. കസ്റ്റമർ പറഞ്ഞു ലൊക്കേഷൻ കറക്റ്റാണ്, ഇവിടെ നിന്നാൽ മതി, അല്പം നടക്കാനുണ്ട് കസ്റ്റമറിന്. അത് ഫാമിലിയാണ്, അപ്പോൾ അവരുടെ വീട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ആ ട്രിപ്പ് ഇനി സിറ്റിക്കകത്തോട്ട് തന്നെ ആയിരുന്നു. നമ്മുടെ ശ്രീകാര്യം ചാവടിമുക്ക് ആ ഭാഗത്തായിരുന്നു. അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു, ഒരു 300 രൂപ കൂടുതൽ, 400 രൂപ അടുപ്പിച്ച് റേറ്റ് ഉണ്ടായിരുന്നു. നല്ല ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വണ്ടി ഒരു തണലത്ത് ഒതുക്കിയിട്ട് ചോറൊക്കെ കഴിച്ചു. അപ്പം ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പം നമുക്കൊരു ട്രിപ്പ് കിട്ടി. അതൊരു ഇപ്പോൾ യൂബറിൽ നോൺ AC ട്രിപ്പുകളും അത്യാവശ്യം അടിക്കുന്നുണ്ട്. അത് ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കിടന്നത്, അയ്യോ അത് നോൺ AC ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അതിൽ എനിക്ക് ആ ഓപ്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് കസ്റ്റമേഴ്സ് പറയുന്നത്. പക്ഷേ അത് അല്പം റേറ്റ് കുറവാണ്, എന്നാലും ചില സമയത്ത് നല്ല റേറ്റ് കാണിക്കും. അപ്പോൾ ഇത് അത്ര വലിയ റേറ്റ് എന്ന് പറയില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിലോമീറ്റർ റേറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അടിച്ചതൊരു നോൺ AC ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ടത് എടുത്തു. ഇനി കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി പിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അലത്തറ ജംഗ്ഷന്റെ അടുത്തുനിന്നാണ് പിക്കപ്പ്. ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് ആണോ വില്ലയാണോ അറിയില്ല. അങ്ങോട്ട് പോവാണ്. റോഡൊക്കെ ഭയങ്കര മോശാവസ്ഥയിലാണ്. ഇതും ഫുൾ ഓഫ് റോഡ് പോലെയാണല്ലോ. ടാറിട്ട റോഡെല്ലാം കഴിഞ്ഞു, ഇനി ഓഫ് റോഡാണ്. ഇത് എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഫ്രണ്ട്സ്. വല്ലാത്തൊരു റോഡും കയറ്റമൊക്കെയാണ്.
എന്താ ലൊക്കേഷൻ എത്തി. നമുക്ക് കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പോൾ കസ്റ്റമർ വന്നു, നമുക്ക് പോവാം. ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഒരു നോൺ AC ട്രിപ്പ് ആയിരുന്നു അത് വിളപ്പിൽ, അതിൻ്റെ ആ വിളപ്പിൽ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ അടുത്താണ്. ഇതൊരു വില്ലാസിൻ്റെ ഏരിയ ആണ്. അത്യാവശ്യം മലയും കുന്നും ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിലും. ഇന്നത്തെ ദിവസം ഫുൾ അങ്ങനത്തെ ട്രിപ്പുകളാണ്. ഈ കിടക്കുന്ന വലിയൊരു വലിയൊരു കയറ്റം കയറിയാണ് വന്നത്. എന്തായാലും ആ ട്രിപ്പ് കഴിഞ്ഞു. നോൺ AC ട്രിപ്പാണ്. നമ്മുടെ സാധാരണ ട്രിപ്പിൻ്റെ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഒരു 20 മുതൽ 30 രൂപ വരെ കുറവേ കാണിക്കുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ട്രിപ്പ് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ നോൺ AC എടുക്കത്തില്ല, ചിലർ നോൺ AC എടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞു. നോൺ AC ആയിരുന്നു. അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു, ഇല്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ വന്ന റോഡിൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ ഇന്നലെ മഴ പെയ്തെന്ന് തോന്നുന്നു. റോഡിലെല്ലാം വെള്ളം കെട്ടി കിടപ്പുണ്ട്. നമ്മുടെ ഏരിയയിലോട്ടൊന്നും മഴകളില്ല. ചെറിയൊരു റോഡാണ്. കോൺക്രീറ്റ് കുറച്ച് ദൂരം ഉണ്ട്, ഇട്ടിട്ടുണ്ട്. അല്ലാതെ മോശമാണ് റോഡ്. വല സൈഡ് മതിൽ പണിയൊക്കെ നടക്കുകയാണ് ഒരു വീടിൻ്റെ. നമുക്ക് എന്തായാലും മെയിൻ റോഡിലോട്ടൊന്ന് ഇറങ്ങാം. മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടി നമുക്കിവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് കിട്ടി. അപ്പോൾ അടുത്ത് എവിടെയാണെന്ന് നോക്കാം. കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഫുള്ള് വയൽ ഏരിയയാണ്. നല്ല ഭംഗി സ്ഥലമൊക്കെ കാണാൻ. അതായത് നേരത്തെ ട്രിപ്പ് മൈലാടി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ കുറച്ചകത്തോട്ട്, അപ്പോൾ അത് അകത്തോട്ട് കൊണ്ടാക്കിയിട്ട് മൈലാടി ജംഗ്ഷൻ ഭാഗത്താണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് ഈ ട്രിപ്പ് അടിച്ചത്. നമുക്ക് എന്തായാലും ഈ ട്രിപ്പ് ഒന്ന് നോക്കാം എങ്ങോട്ടാണ് ട്രിപ്പെന്ന്. ഞാൻ ശ്രദ്ധിച്ചില്ല ട്രിപ്പ് എങ്ങോട്ടാണെന്ന്. കാരണം ഈ വീഡിയോ എടുക്കുന്നതും എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ധൃതിയിൽ നിന്നപ്പോൾ ട്രിപ്പ് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങോട്ടാണെന്ന് നോക്കിയില്ല. എന്നാലും ഇവിടെ അടുത്ത് തന്നെ 2 കിലോമീറ്റർ ആണ്. അവിടെ ജസ്റ്റ് ഒന്ന് പോയി കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നോക്കാം.
എല്ലാം മലയും കുന്നും കയറ്റമൊക്കെയാണ്. ഓ, അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. വണ്ടി ഫസ്റ്റ് ഗിയർ വെക്കേണ്ടി വന്നു. റോഡെല്ലാം നല്ല ടാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലായിരുന്നെങ്കിൽ പെട്ടുപോയനെ. ഉള്ള CNG മുഴുവൻ കത്തി പോകുമായിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഒക്കെ വച്ച് എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് തോന്നുന്നത് സ്ഥലം കണ്ടിട്ട്. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്ന് ട്രിപ്പെന്ന്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അത് കാട്ടാക്കട ആയിരുന്നു ഡ്രോപ്പ്. അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത് നമുക്കിവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ട്രിപ്പ് അടിക്കുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ തിരിച്ച് കാലി പോവേണ്ടി വരും. എന്തായാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു 20-25 മിനിറ്റോളം വെയിറ്റ് ചെയ്തു കാട്ടാക്കട ജംഗ്ഷനിൽ. ഞാൻ പതുക്കെ വണ്ടി നീക്കി കഴിഞ്ഞ് നെയ്യാറ്റിങ്കര റോഡിലോട്ട് ഒതുക്കി ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടിട്ടു. അവിടെ ഒരു 15-20 മിനിറ്റോളം കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ട്രിപ്പൊന്നും അടിക്കത്തില്ല. കാരണം കാട്ടാക്കട ഏരിയയൊക്കെ യൂബറിനെ സംബന്ധിച്ചിടത്തോളം ട്രിപ്പുകൾ കുറവാണ്, നല്ല കുറവാണ്. അങ്ങനെ എടുത്ത് CNG പമ്പ് അടുത്ത് ഏതുണ്ടെന്ന് നമ്മൾ ആപ്പിൽ നോക്കി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. ഒരു 3 കിലോമീറ്റർ പിക്കപ്പാണ്. സിറ്റിയിലോട്ടാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോയി പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടാണെന്ന് നോക്കാം. 3 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്. അത് സാരമില്ല. സിറ്റിക്കകത്തോട്ടാണെങ്കിൽ രക്ഷപ്പെട്ടു. CNG അടിക്കാറായി, 2 പോയിന്റേ ഉള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടല. നല്ല പേര്, കണ്ടല. വല സൈഡ് കാണുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ കണ്ടല. ഇനി 1 കിലോമീറ്ററോടെ കഴിഞ്ഞിട്ട് റൈലിലേക്കാണ് കാണിക്കുന്നത്. അവിടെ ഒരു കോളേജ് ഉണ്ട്. ആ കോളേജിൽ നിന്ന് ആരെങ്കിലും ആണോ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് അറിയത്തില്ല ട്രിപ്പ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ 1 കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞു. അരുമാളൂർ, സ്ഥലത്തിൻ്റെ പേര് അരുമാളൂർ എന്നാണ്. ഇനി ഒരു 500 മീറ്ററൂടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കാണ് കാണിക്കുന്നത്. മിക്കവാറും ആ കോളേജ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം.
റോഡില് മഴ നടക്കുകയാണ്. അത് തന്നെ ക്രൈസ്റ്റ് കോളേജ്. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ക്രൈസ്റ്റ് കോളേജിലാണ് നമുക്ക് പിക്കപ്പ്. ക്രൈസ്റ്റ് നഗറിന്റെ കാവിക്കോട്ടയിലേക്ക് നവാഗതർക്ക് സ്വാഗതം. കൊള്ളല്ലോ. ABVPയുടെ കൊടിയൊക്കെ ഇരിക്കുകയാണ് ഇവിടെ. നമ്മുടെ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ CNG അടിക്കാൻ വേണ്ടി വന്നു. CNG തീരാറായി. ഒരു ചെറിയ പോയിന്റേ ഉള്ളൂ. പിന്നെ CNG അടിച്ചിട്ട് നമുക്ക് ട്രിപ്പ് തുടരാൻ. വലിയ തിരക്കില്ല. പിന്നെ അടുത്ത് CNG അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ CNG ഒക്കെ അടിച്ചു. നേരെ സിറ്റിക്കകത്തോട് തന്നെ ആയിരുന്നു ഓട്ടം. അവിടെ കരമനയായിരുന്നു ഡ്രോപ്പ്. അങ്ങനെ കരമന ഡ്രോപ്പ് ചെയ്തു. അടുത്ത് നമുക്കിനി അടുത്ത് ട്രിപ്പ് കിട്ടുമോയെന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലും നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു. അവർ CNG അടിക്കാനൊക്കെ ഉള്ള അനുവാദമൊക്കെ തന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് കിലോമീറ്റർ പെട്രോൾ ഓടേണ്ടതായിട്ട് വന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം അടുപ്പിച്ച് പെട്രോളിൽ ഓടേണ്ടി വന്നേനെ. അപ്പം അത് അവരതിനൊരു പെർമിഷൻ തന്നു. അപ്പോൾ അവർക്കൊരു താങ്ക്സ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മെയിൻ റോഡിലോട്ട് കയറി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു ട്രിപ്പ് കിട്ടി. അതിവിടെ അടുത്തുനിന്നാണ് പിക്കപ്പ്. നെയ്യാറ്റിങ്കര ഭാഗത്താണ് ഡ്രോപ്പ് എന്ന് തോന്നുന്നു. നെയ്യാറ്റിങ്കര ആണെങ്കിൽ ഇൻ കേസ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതെങ്കിലും ട്രിപ്പ് കിട്ടുവാണെങ്കിൽ എടുത്തു വരാം. ഇല്ലെങ്കിൽ അതുവഴി അങ്ങ് വീട്ടിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോകാം. അടുത്ത് തന്നെ 1 കിലോമീറ്ററേ ഉള്ളൂ പിക്കപ്പ്. അപ്പോൾ ലൊക്കേഷൻ എത്താറായി. കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരിങ്ങനെ ഡ്രോപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്ത ട്രിപ്പൊന്നും അടിക്കുന്നില്ല. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് കൂടുതലും ഇൻ്റർസിറ്റി ആയിരുന്നു. പക്ഷേ ഇൻ്റർസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ ആയിട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു 16, 17 അല്ലെങ്കിൽ 17 സംതിങ് ആ ഒരു റേഞ്ചൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടും. പക്ഷേ കിലോമീറ്റർ ആയിട്ട് കുറവാണ്. പിന്നെ ഇടയ്ക്ക് ഒരു നോക്കിയെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഇൻ്റർസിറ്റിയിൽ നിന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ അതിൽ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ ബുക്കിംഗ് ഫീ എന്ന് പറഞ്ഞ് നമ്മളെയൊന്നും ഒരു ട്രിപ്പിൽ ഞാൻ നോക്കിയപ്പോൾ -70 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ 10 രൂപ ഗവൺമെൻറ് ടാക്സ്. ഓക്കെ, ഏതാണ്ട് 60 രൂപ ബുക്കിംഗ് ഫീ എന്ന് പറഞ്ഞ് നമ്മളെയൊന്നും എടുത്തിട്ടുണ്ട്. അതെന്തിനാണ് ബുക്കിംഗ് ഫീ നമ്മളെന്ന് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയും ചെറിയൊരു വിഷയം കിടപ്പുണ്ട്. അത് രൂപൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കണം എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നെയ്യാറ്റിങ്കര
നിൽക്കുന്നു. ഇനി എന്നാലും ഇവിടെ നിന്നൊരു 7 കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലോട്ട്. അതുകൊണ്ട് എന്തായാലും വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഇൻ്റർസിറ്റി ട്രിവാൻഡ്രം ട്രിപ്പ് കൂടുതലും ഇൻ്റർസിറ്റി ട്രിപ്പുകളായിരുന്നു. എല്ലാം ഓഫ് റോഡും മലയും കുന്നും കാടൊക്കെ ആയിരുന്നു ട്രിപ്പുകൾ. എന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.